SBelectronicsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് 50 ഹെർട്സിൽ പ്രവർത്തിക്കുന്ന സാധാരണ ട്രാൻസ്ഫോമറും ഹൈ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഫെറൈറ്റ് കോർ ഉപയോഗിച്ചുള്ള ട്രാൻസ്ഫോമറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത് SMPSലും മറ്റും ഫെറൈറ്റ് കോർ ഉപയോഗിച്ചുള്ള ട്രാൻസ്ഫോമറുകളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ നന്നായി അറിഞ്ഞിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇവിടെ കാണുന്ന സാധാരണ ഒരു ട്രാൻസ്ഫോമർ സൈസ് 50 ഹെർട്സ്, നമ്മൾ 230 വോൾട്ട് AC എല്ലാം വർക്ക് ചെയ്യുന്ന 50 ഹെർട്സ് 50 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ട്രാൻസ്ഫോമർ സൈസിൽ വളരെ വലുതായിരിക്കും. ഒരു 10 ആംപിയർ 15 ആംപിയർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോ ഓളം ഭാരം വരും. അതിന്റെ വൈൻഡിങ് വയർ വലുതായിരിക്കും, കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേ സ്ഥാനത്ത് അത്തരത്തിലൊരു ഫെറൈറ്റ് കോർ ഉപയോഗിച്ചുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ ടേൺസ് എല്ലാം വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ കോർ എന്ന് പറഞ്ഞ ഫെറൈറ്റ് കോറാണ്. അസംബിൾ ചെയ്യാൻ വളരെ ഈസി. സാധാ ട്രാൻസ്ഫോമർ 50 ഹെർട്സിൽ വർക്ക് ചെയ്യുമ്പോൾ SMPS ട്രാൻസ്ഫോമറുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് 15 കിലോ ഹെർട്സ് മുതൽ ഏതാണ്ട് ഒരു 18-19 കിലോ ഹെർട്സ് വരെ റേഞ്ചിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയത്തക്ക വ്യത്യാസം, സാധാ ട്രാൻസ്ഫോമർ എപ്പോഴും അയേൺ കോർ, ലാമിനേറ്റഡ് ഷീറ്റ്സ് ഉപയോഗിച്ചുള്ള അയേൺ കോറാണ്. SMPSന്റേത് ഫെറൈറ്റ് കോർ ആയിരിക്കും. സാധാ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി, സെക്കൻഡറി എന്നിവ SWG ഗേജ്, വയറിന്റെ വണ്ണം, അതുപോലെ ചുറ്റുകളുടെ എണ്ണം, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൽ അങ്ങനെയല്ല. എണ്ണത്തിനും ഗേജിനും പ്രാധാന്യം ഉണ്ടെങ്കിലും അത് ആരും പ്രതിപാദിക്കാറില്ല. കമ്പനികളിലൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അവർ അതിന്റെ ഇമ്പിഡൻസേ ചോദിക്കും നമ്മളോട്. എത്രയാണ് നിങ്ങൾക്ക് ഇമ്പിഡൻസ് വേണ്ടത്, പ്രൈമറി എത്ര, സെക്കൻഡറി എത്ര. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം അതിന്റെ ഗേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വല്പം മാറ്റം വന്നാലും അത് ടേൺസിൽ അഡ്ജസ്റ്റ് ആവും. ഇതാണ് ശരിക്കും ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അതിന്റെ ഇമ്പിഡൻസ് ആയിരിക്കണം നോക്കേണ്ടത്, അല്ലാതെ ടേൺസ് അല്ല ശരിക്കും നോക്കേണ്ടത്. ഇമ്പിഡൻസ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്ന ആംപിയറും വളരെ കറക്റ്റ് ആയിരിക്കും. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്കാലത്ത് വളരെ ഈസിയാണ്. എല്ലാം ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് വേണ്ട ഫ്രീക്വൻസിയും അതിന്റെ വോൾട്ടേജും ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് ഉപയോഗിക്കാവുന്ന കമ്പി, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പെട്ടെന്ന് വരും. അതിനനുസരിച്ച് ചെയ്യാൻ കഴിയും. അതൊന്നും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പിന്നെ അടുത്ത് നോക്കുന്നത് വൈൻഡിങ് വയറാണ്. വൈൻഡിങ് വയർ സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് ഈ സാധാരണ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നെങ്കിൽ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിന് ഏറ്റവും അത് ഉപയോഗിച്ച് വരുന്നത് സെൽഫ് സോൾഡറിങ് ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്. എന്താണ് സെൽഫ് സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ സാധാരണ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മളത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി അതിന്റെ അറ്റം ക്ലീൻ ചെയ്തിട്ട് സോൾഡറിങ് ചെയ്യണം. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ആ ബോബിന്റെ അറ്റത്ത് കൈകൊണ്ടൊന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ പോട്ട്, സോൾഡറിങ് പോട്ട്സ് എന്ന് പറയും, ഇങ്ങനെ ലെഡ് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം, അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. ഡിപ്പ് ചെയ്തെടുത്താൽ എത്ര പിന്നുണ്ടെങ്കിലും 5 പിന്നോ 8 പിന്നോ ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കോപ്പർ, ഇൻസുലേറ്റഡ് കോപ്പർ അവൈലബിൾ ആണ്. SMPS ട്രാൻസ്ഫോമറിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ വെൽഡിംഗ് സെറ്റാണ്. പണ്ട് കാലത്തൊക്കെ വെൽഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചക്രം വെച്ച് ഉരുട്ടിക്കൊണ്ടുപോകണം. പൊക്കണമെങ്കിൽ 4-5 ആൾ വേണം. ഇപ്പം അതല്ല. ഇപ്പം ജസ്റ്റ് ഹാൻഡി, ഒരു കയ്യിൽ ഇങ്ങനെ സൂട്ട് കേസ് പോലെ തൂക്കിക്കൊണ്ടാവും കഴിയുന്ന വെൽഡിംഗ് സെറ്റുകളാണ് ഇപ്പോൾ വരുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോൾ 50 ഹെർട്സ് ട്രാൻസ്ഫോമറും ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.